മധ്യവേനലവധിക്ക് ശേഷം സ്കൂളിലേക്ക് എത്തിയ കുട്ടികളെ വരവേറ്റത് സ്കൂൾ പരിസരത്തെ വെട്ടിപ്പൊളിച്ചിട്ട റോഡുകളും മെറ്റൽ കൂനകളും. തൃശൂർ നഗരത്തിലുള്ള വിവിധ കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കോർപ്പറേഷൻ വക പണി കിട്ടിയത്. റോഡ് വെട്ടിപ്പൊളിച്ചിട്ടത് സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും അധികൃതർ നടപടിയെടുക്കാത്തതാണ് വിദ്യാർത്ഥികൾക്ക് ദുരിതമായത്. പീച്ചിയിൽ നിന്ന് തേക്കിൻകാട് മൈതാനിയിലെ കുടിവെള്ള സംഭരണിയിലേക്കുള്ള പുതിയ പൈപ്പും ഗ്യാസ് പൈപ്പും സ്ഥാപിക്കാനായി വിവിധ സ്ഥലങ്ങളിൽ വെട്ടിപ്പൊളിച്ചിട്ട റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് വിദ്യാർത്ഥികളടക്കമുള്ളവരെ വലച്ചത്. തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂൾ, സെന്റ് മേരീസ് കോളേജ്, സെന്റ് തോമസ് കോളേജ്, ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂൾ, ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂൾ, ശക്തൻ തമ്പുരാൻ കോളേജ് തുടങ്ങിയ കലാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും വാഹന ഡ്രൈവർമാരുമെല്ലാം തകർന്നു കിടക്കുന്ന റോഡിൽ കുടുങ്ങി. മഴക്കാലത്തിനു മുമ്പേ ചെയ്തു തീർക്കേണ്ട പൈപ്പിടൽ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതാണ് ഇത്തരമൊരു പ്രതിസന്ധിക്ക് ഇടയാക്കിയിരിക്കുന്നത്. മൈലിപ്പാടം ഈസ്റ്റ് പൈപ്പ് ലൈൻ മുതൽ രാമവർമ്മ പാർക്കിന് സമീപം സ്വരാജ് റൗണ്ട് അടക്കം വെട്ടിപ്പൊളിച്ചിരിക്കുകയാണ്. പൈപ്പിട്ട ശേഷം മണ്ണിട്ട് മൂടി മെറ്റലിട്ടതല്ലാതെ റോഡ് ടാർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല. മഴ പെയ്തതോടെ മെറ്റലുകൾ ഇളകി റോഡിലൂടെ ചിതറിക്കിടക്കുന്നതിനാൽ വാഹനയാത്രികരും കാൽനടയാത്രികരും ഒരുപോലെ ബുദ്ധിമുട്ടുകയാണ്. ഇതോടൊപ്പം സ്കൂൾ പരിസരങ്ങളിലെ നടപ്പാതകൾ പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞും സ്ലാബുകൾ തകർന്നും കിടക്കുന്നതിനാൽ വിദ്യാർത്ഥികളടക്കമുള്ള കാൽനടയാത്രക്കാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. 2 ദിവസമായി മഴ അല്പം മാറി നിൽക്കുന്നുണ്ടെങ്കിലും തകർന്നു കിടക്കുന്ന ഈ റോഡുകൾ ടാർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. TCV തൃശൂർ.